സൺഡേ അല്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്, ഇതൊരു 1/2 kg ബീഫാണ് എടുത്തേക്കുന്നത്. ഒരു കുക്കറിലേക്ക് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം വേറെ ഒരു പൊടികളും നമ്മൾ ചേർക്കുന്നില്ല. ഇത്രയും മാത്രം വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം ഗ്യാസ് കത്തിക്കുക. ശേഷം നമുക്ക് ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. തേങ്ങ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തേങ്ങ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ശേഷം കുഞ്ഞുള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമ്മൾ നേരത്തെ വേവിക്കാൻ നേരത്തെ ചേർത്തത് കൊണ്ട് ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല. ഇപ്പം ഇത്രയും ഐറ്റംസ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. എല്ലാം 1/2 kg കണക്കാക്കി വേണം കേട്ടോ ചേർക്കാനായിട്ട്. ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണിത്. നമ്മുടെ മസാലകളെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ചുമ്മാ ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. അതും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഈ മസാലക്കൂട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു സ്റ്റോക്ക് കൂടെ നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നതിന് ശേഷം ഇത് കുറച്ച് സമയമിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇത് അത്യാവശ്യം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം തീ ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണേ. നന്നായി റോസ്റ്റ് ആയതിനു ശേഷം കുറച്ച് കുരുമുളക് പൊടിയും നേരത്തെ പൊടിച്ചു വെച്ച മസാല കുറച്ചുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.